കലൂർ സ്റ്റേഡിയം വിവാദങ്ങൾക്കിടെ GCDAയുടെ നിർണായക യോഗം ഇന്ന്. യോഗത്തിന് മുൻപായി GCDA കൌൺസിലിലെ CPM അംഗങ്ങളുടെ ഫ്രാക്ഷൻ ജില്ലാ നേതൃത്വം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അനുവാദമില്ലാതെ സ്റ്റേഡിയത്തിൽ സ്പോൺസർ പെയിന്റിംഗ് നടത്തിയെന്നും പരാതിയുണ്ട്. ഇതോടെ നിലവിൽ GCDA കരാർ നൽകിയ പെയിന്റിംഗ് കമ്പനി ഗ്യാരണ്ടി നൽകാൻ ആവില്ലെന്ന നിലപാടിലാണ് ഉള്ളത്. ഇക്കാര്യം യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. അതേസമയം സ്റ്റേഡിയം നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞു. വാക്കുകളിലേക്ക്. അങ്ങനെ വേണം കണക്കാക്കാൻ. സ്റ്റേഡിയത്തിന്റെ അകത്തേക്ക് ഇന്നലെ ടർഫിൽ കയറിയത് വളരെ തെറ്റാണ്, ക്രിമിനൽ നടപടിയാണ്. അത്രമാത്രം പരിപാലിക്കേണ്ട ഒരു ടർഫിനകത്ത് ഗുണ്ടായുസത്തിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇറങ്ങിയത് വളരെ തെറ്റാണ്. അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു എന്താ പറയുന്നത് അനാദരവാണ്. സ്റ്റേഡിയം ഒരു മുതലെടുപ്പിലേക്ക് കോൺഗ്രസ് കാര്യങ്ങൾ കൊണ്ടുപോകണോ? അങ്ങനെയാണോ അതിനുള്ളത് നിങ്ങളുടെ ബോധ്യങ്ങളൊക്കെ പറയും. തെറ്റല്ലേ? നിങ്ങൾ എൻ്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കണം. ദിവസം വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്തൂടെ തയ്യാറെടുപ്പ് നടത്തണമായിരുന്നു. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തീർന്നിട്ടില്ല. നടക്കും, കളിയും നടക്കും. ഓക്കെ, കളി നടക്കും, ഉറപ്പല്ലേ? ISLൻ്റേത് ഡിസംബറിൽ നടക്കും. അതിനുശേഷം മാർച്ചിൽ ഇത് നടക്കും. അർജന്റീന വരും എന്നാണ് ഞങ്ങളുടെ ബോധ്യം. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇതും കൂടി പൂർത്തിയായിട്ട് ക്വാളിഫൈ ചെയ്യണം. ഇത് മത്സരങ്ങളൊന്നും ബാധിക്കില്ല. ഡാനി ഇപ്പോൾ നൽകും വിവരങ്ങൾ. ഡാനി, ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ GCDAയുടെ വലിയ പ്രധാനപ്പെട്ട നിർണായകമായ യോഗം നടക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ആ യോഗത്തിൽ ചർച്ചയാകും? വിവരങ്ങൾ. ഭവ്യ, പ്രധാനമായും തന്നെ ഇതിൻ്റെ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോഴും വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ GCDA ചെയർമാൻ അദ്ദേഹം പറഞ്ഞു കരാറില്ലാതെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതെല്ലാം തന്നെ പറയുമ്പോൾ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. പ്രധാനമായും ഈ കരാറിൽ ഒരു സുതാര്യതയും ഇല്ല എന്ന ആക്ഷേപമാണ് പ്രധാനമായും തന്നെ നേരിടുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം വലിയ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എങ്ങനെയാണ് ഒരു സ്പോൺസർക്ക് അനുമതി നൽകുക? ഈ തുക നൽകുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ തുക തിരിച്ചു നൽകുന്നത് സംബന്ധിയായ ഒരു ധാരണയുണ്ടാക്കുക എന്നതെല്ലാം തന്നെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. നിലവിൽ സ്പോർട്സ് ഫെഡറേഷൻ കേരളയും GCDAയും സ്പോൺസറും തമ്മിലൊരു കരാറുണ്ട് എന്ന് പറയുമ്പോൾ പോലും എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് ഇതുവരെയും തന്നെ പുറത്തു വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥ അവകാശം ആ രീതിയിൽ ഏതെങ്കിലും അവിടെ നടക്കുന്ന പരിപാടികളിലടക്കം ഏതെങ്കിലും രീതിയിലൊരു പങ്കാളിത്ത സ്വഭാവം ഇനി ഉണ്ടാകുമോ, ഇനി മുതൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ആക്ഷേപങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ ഈ കരാറിലുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് അടക്കം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ GCDAയുടെ ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവും അതോടൊപ്പം തന്നെ ജനറൽ കൗൺസിൽ യോഗവും എല്ലാം തന്നെ ചേരുന്നത്. ഈ ചേരുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇവിടെ CPM ജില്ലാ ഓഫീസിൽ ഇന്ന് GCDA കൗൺസിലിൽപ്പെട്ട CPM അംഗങ്ങളുടെ ഒരു ഫ്രാക്ഷൻ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ വ്യക്തമായി ഇന്ന് സംസാരിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച ഇത്തരം കാര്യങ്ങളൊരു ധാരണയുണ്ടാകും. GCDA ചെയർമാൻ അതോടൊപ്പം തന്നെ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, അദ്ദേഹവും GCDA കൗൺസിൽ അംഗമാണ്. അതോടൊപ്പം തന്നെ PV ശ്രീനിജൻ MLA തുടങ്ങിയവർ ഏതാണ്ട് 8ഓളം പേരാണ് ഇന്നിപ്പോൾ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കൗൺസിൽ യോഗവും പിന്നീട് ജനറൽ കൗൺസിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കോൺഗ്രസ് MLAമാരടക്കം ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥത ഈ കാര്യങ്ങളിൽ നടന്നിരുന്നു. അവിടെ ആരുടെയും അനുമതി ചോദിക്കാതെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടത്തുകയും ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള അഴിമതി ഇക്കാര്യത്തിലൂടെ GCDA തന്നെ ഉത്തരം പറയണം, ഈ കരാറിലെ വ്യവസ്ഥകൾ പരസ്യമാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ എന്താണ് GCDAക്ക് പറയാനുള്ളതെന്നത് ഈ യോഗശേഷം വ്യക്തമാക്കുകയും ചെയ്യും. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറിയ കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം തന്നെ DCC നേതൃത്വം, ഒപ്പം MLAമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ അതിക്രമിച്ച് കയറി എന്ന രീതിയിലുള്ള ഒരു പരാമർശവും അതോടൊപ്പം തന്നെ ഒരു പരാതിയും GCDA ഭാഗത്തു നിന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ വിഷയമാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഭവ്യ, ഡാനി പോളാണ് വിവരങ്ങൾ.